ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്കിവിടെ തന്നിട്ടുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ അത് 15/8 ആണെന്നാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. സോ ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ്, 2 + 2 sin തീറ്റ, ദെൻ ബ്രാക്കറ്റിൽ ഇവിടെ എന്താ വന്നേക്കുന്നത് 1 - sin തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ 1 + cos തീറ്റ. പിന്നെ നമുക്കിവിടെ തന്നിട്ടുള്ളത് 2 - 2 cos തീറ്റ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ഉണ്ട്, 2നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. എവിടെയും 2 ഉണ്ട്, കോമൺ ആക്കി പുറത്തേക്ക് എടുക്കുക. നമ്മളത് എന്ത് ചെയ്യുന്നു, വെട്ടിക്കളയുകയാണ് എന്ന് വിചാരിക്കുക. സോ അങ്ങനെ വെട്ടിക്കളഞ്ഞ് നമുക്കിവിടെ ബാക്കി എന്താണ് വരിക, 1 + sin തീറ്റ. പിന്നെ ഇവിടെ എന്ത് വരും, 1 - sin തീറ്റ ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ 1 + cos തീറ്റ ദെൻ ബ്രാക്കറ്റിൽ 1 - cos തീറ്റ എന്ന് നമുക്കിവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്, എഴുതാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. 1 + sin തീറ്റ 1 - sin തീറ്റ എന്ന് പറയുമ്പോൾ a + b × a - b ഫോർമാറ്റാണ്. അപ്പോൾ 1 - sin² തീറ്റ, ഇവിടെ a + b a - b ഫോർമാറ്റാണ്. അപ്പോൾ 1 - cos² തീറ്റ. സോ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, cos² തീറ്റ ഡിവൈഡഡ് ബൈ എന്താണ്, sin² തീറ്റ. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. സോ cos² തീറ്റ sin തീറ്റ എന്ന് പറഞ്ഞാൽ cos തീറ്റ sin തീറ്റ ഹോൾ സ്ക്വയർ ആണെന്ന് പറയാം. അത് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, cot² തീറ്റയാണ്. cot² തീറ്റ എന്ന് പറയുമ്പോൾ cot തീറ്റ ഹോൾ ടു ദ പവർ 1/2. അപ്പോൾ നമുക്കിവിടെ എന്താ പറയുക, cot തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 15/8 ആണ്, അതിൻ്റെ ഹോൾ സ്ക്വയർ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 225 ഡിവൈഡഡ് ബൈ 64 എന്ന് പറയുന്ന റിസൾട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. കിട്ടിയല്ലേ. ഇനി അതിൽ വരുന്ന 11ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 sec a - 2 cos b ഈസ് ഈക്വൽ ടു √3 എന്ന് പറയാം. ശരിയാണല്ലോ. ദാറ്റ്സ് ഈക്വൽ ടു 3 sec a - 2 cos ബിയുടെ വാല്യൂ 30 ഡിഗ്രിയാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്, √3 ആണെന്ന് പറയാം. വീണ്ടും സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ എന്തായിട്ട് മാറും, 3 sec a - 2 × √3/2 എന്ന് പറയാം. സോ ദാറ്റ്സ് ഈക്വൽ ടു 3 sec a, ദാറ്റ്സ് ഈക്വൽ ടു എത്രയായിട്ട് മാറുകയാണ് ചെയ്യുക, 2√3 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യും. സോ ദാറ്റ്സ് ഈക്വൽ ടു sec a ഈസ് ഈക്വൽ ടു 2/√3 ഈസ് ഈക്വൽ ടു, ഇതെന്ന് പറയുന്നത് എന്തിന് ഈക്വലൻ്റ് ആയിരിക്കും, sec ഈക്വൽ ടു 2/√3 ആണെന്നുണ്ടെങ്കിൽ ഇത് sec 30 ഡിഗ്രിക്ക് ഈക്വലൻ്റ് ആയിരിക്കും. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ a ഈക്വൽ ടു എത്രയാണ്, 30 ഡിഗ്രിയാണ് വരുന്നത്. ദെൻ നമുക്കൊരു കണ്ടീഷൻ കൊണ്ട് അപ്ലൈ ചെയ്യാം, cos a - b എന്നുള്ളൊരു പോയിന്റും കൂടി. സോ ദാറ്റ്സ് ഈക്വൽ ടു cos 30 degree - 30 degree, that's equal to cos 0 is equal to 1 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 2 പ്രോബ്ലം കൂടി ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.